സുപ്രീം കോടതി ഈ അടിയന്തരമായി തന്നെ ഹർജി പരിഗണിക്കണമെന്നൊരു ആവശ്യം ആം ആദ്മി പാർട്ടി മുന്നോട്ട് വയ്ക്കുമ്പോൾ അതിനുള്ള സാധ്യത എത്രത്തോളമാണ്? രാത്രി തന്നെ ഹർജി കേൾക്കണമെന്നുള്ള ആവശ്യം അത് പരിഗണിക്കപ്പെടാൻ സാധ്യതയുണ്ടോ? അതോ നാളെ രാവിലെ വരെ ഇവർക്ക് കാത്തിരിക്കേണ്ടി വരുമോ? അങ്ങനെയെങ്കിൽ അടുത്ത നടപടി എന്താകും ഇ ഡിയുടേത്? അനുജ, എന്തായാലും നാളെ രാവിലെ വരെ കാത്തിരിക്കേണ്ടി വരുമെന്നാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം ഇ ഡി സംഘം ഇവിടെ എത്തിയ ഘട്ടത്തിൽ തന്നെ സുപ്രീം കോടതിയിലേക്ക് ആം ആദ്മി പാർട്ടി പോയിരുന്നു. പക്ഷേ അടിയന്തരമായി ഹർജി കേൾക്കണം, വാദം കേൾക്കണം എന്നൊരു ആവശ്യം കോടതി അംഗീകരിച്ചില്ല. പരിഗണിക്കാമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യപ്പെട്ട ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് വീണ്ടും ഇപ്പോൾ സുപ്രീം കോടതിയിലേക്ക് പോയിരിക്കുന്നത്. എന്തായാലും ഏതാനും മിനിറ്റുകൾക്കകം എന്താണ് സുപ്രീം കോടതിയുടെ നിലപാടെന്ന് നമുക്ക് വ്യക്തമാകും. നിലവിൽ ഇപ്പോൾ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിൽ പ്രതിഷേധിച്ച് നിരവധി പ്രവർത്തകരാണ് ഇപ്പോൾ ഡൽഹി മുഖ്യമന്ത്രിയുടെ വസതിക്ക് മുന്നിൽ എത്തിയിരിക്കുന്നത്. പ്രധാന കവാടത്തിലുള്ള കാഴ്ചകളാണിത്. എന്തായാലും പോലീസ് അടക്കം വലിയ സുരക്ഷ ഒരുക്കിയിരിക്കുന്നു. കേന്ദ്ര സേനകൾ ഇവിടെയുണ്ട്. വൈകാതെ തന്നെ കെജ്രിവാളിനെ പുറത്തേക്ക് കൊണ്ടുവരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇതിലൊരു അസാധാരണ നീക്കം എന്ന് തന്നെയാണ് ഇപ്പോൾ ഇ ഡി ഈ നീക്കത്തെ വിശേഷിപ്പിക്കേണ്ടത്. കാരണം ഹേമന്ത് സോറിനെ അടക്കം അറസ്റ്റ് ചെയ്യുന്ന ഘട്ടത്തിൽ നേരത്തെ രാജിവെക്കാനുള്ള സാവകാശം എന്തായാലും കേന്ദ്ര ഏജൻസികൾ നൽകിയിരുന്നു. പക്ഷേ ഇവിടെ ഇപ്പോൾ അത്തരം ചില സാവകാശം ഒന്നും തന്നെ നൽകിയിട്ടില്ല. മുഖ്യമന്ത്രിയെ തന്നെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഒരുപക്ഷെ നമ്മുടെ എല്ലാം ഓർമ്മയിൽ ഒരു ആദ്യമായിട്ടായിരിക്കും ഇത്തരത്തിൽ കേന്ദ്ര ഏജൻസി ഇപ്പോൾ മുഖ്യമന്ത്രിയെ തന്നെ അറസ്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യമുള്ളത്. എന്തായാലും ഇതിനെതിരെ വലിയ പ്രതിഷേധം ഉയർന്നു. ഡൽഹിയിലെ റോഡുകളിൽ ഇപ്പോൾ ആം ആദ്മി പ്രവർത്തകർ ഉപരോധം നടത്തുകയാണ്. മാത്രമല്ല കൂടുതൽ പ്രവർത്തകർ ഇപ്പോൾ അരവിന്ദ് കെജ്രിവാളിന്റെ വീട്ടിലേക്ക് എത്തി. അതോടൊപ്പം ഡൽഹിയിലെ ബി.ജെ.പി ആസ്ഥാനത്ത് ഇപ്പോൾ സുരക്ഷാ ക്രമീകരണങ്ങൾ വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. കൂടുതൽ പോലീസിനെ അവിടെ നിലയുറപ്പിച്ചിട്ടുണ്ട്. ഡൽഹിയിലെ പല മേഖലകളും നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഹൈക്കോടതി അരവിന്ദ് കെജ്രിവാൾ തിരിച്ചടി നേരിട്ടതിന് പിന്നാലെയാണ് ഇ ഡി സംഘം വീട്ടിലേക്ക് എത്തിയത്. 12-അംഗ സംഘം വീട്ടിലെത്തിയ ശേഷം പരിശോധന നടത്തി. അതിനുശേഷമാണ് ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. നേരത്തെ തന്നെ ഇ ഡി വ്യക്തമാക്കിയിരുന്നു, ഈ കേസിലെ പ്രതികളുമായി ചോദ്യം ചെയ്തപ്പോൾ ഏതാണ്ട് 100 കോടി രൂപ അരവിന്ദ് കെജ്രിവാൾ കൈപ്പറ്റിയെന്നാണ് ഇ ഡി ഉദ്യോഗസ്ഥരടക്കം നേരത്തെ വ്യക്തമാക്കിയത്. അതോടൊപ്പം തന്നെ ചില ഇലക്ട്രോണിക് തെളിവുകളും ഇ ഡി സംഘം ശേഖരിച്ചിട്ടുണ്ടെന്ന് വ്യക്തമാക്കിയിരുന്നു. ആ ഒരു പശ്ചാത്തലത്തിലാണ് ചോദ്യം ചെയ്യലടക്കം ഹാജരാകാൻ ആവശ്യപ്പെട്ടത്. അത് നിരന്തരം അവഗണിക്കുന്ന ഒരു സാഹചര്യം, അത്തരം ഒരു നിലപാട് കെജ്രിവാളിന്റെ ഭാഗത്തുനിന്നുണ്ടായി. അതിനുശേഷം നിയമപരമായ നീക്കം നടത്തിയെങ്കിലും അതും പരാജയപ്പെട്ടിരുന്നു. അതിൽ തിരിച്ചടികൾ നേരിട്ടൊരു സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ ഇ ഡി സംഘം വീട്ടിലെത്തി അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. വൈകാതെ പുറത്ത് കൊണ്ടുവരുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും ശക്തമായ പ്രതിഷേധം ഇപ്പോൾ ഉയരുകയാണ്. കാരണം ഇന്ത്യ സഖ്യത്തെ സംബന്ധിച്ച് അരവിന്ദ് കെജ്രിവാൾ ഒരു നേരത്തെ ബൽറാം സൂചിപ്പിച്ച പോലെ തന്നെ അഴിമതി വിരുദ്ധ പ്രതിച്ഛായെല്ലാം തന്നെ ഉയർത്തിക്കാട്ടി മുന്നോട്ട് വന്നൊരു നേതാവായിരുന്നു. അതിനുശേഷം ഡൽഹിയിൽ ബി.ജെ.പിയുടെ എല്ലാ ശ്രമങ്ങളെയും പരാജയപ്പെടുത്തിക്കൊണ്ട് 2 തവണ തുടർച്ചയായി ഭരണം കൈയാളുന്നു. അത്തരമൊരു സാഹചര്യത്തിൽ എന്തായാലും ആം ആദ്മി പാർട്ടി തകർത്തുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള നീക്കമാണ് നടക്കുന്നതെന്നൊരു പ്രതികരണമാണ് ഇപ്പോൾ നേതാക്കളടക്കം പങ്കുവയ്ക്കുന്നത്. ജയിലിലിരുന്നും ഭരണം നടത്തുമെന്ന ഒരു പ്രതികരണം നേതാക്കളടക്കം നൽകുന്നുണ്ട്. അല്പസമയം മുമ്പ് തന്നെ സോംനാഥ് ഭാരതി, ലോക്സഭാ തെരഞ്ഞെടുപ്പിലുള്ള സ്ഥാനാർത്ഥിയെ സോംനാഥ് ഭാരതി 24 പ്രതികരിച്ചു. രാജ്യം തെരുവിലാണ്, ഇ ഡിയുടെ അസാധാരണമായ നീക്കമാണ്, ഇതിനെ ശക്തമായി പ്രതിഷേധിക്കും. ഇന്ത്യ സഖ്യം ഉൾപ്പെടെയുള്ള നേതാക്കൾ ശക്തമായ പ്രതിഷേധം ഇപ്പോൾ രംഗത്തുണ്ട്. എന്തായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുകയാണ്. ഇ ഡിയുടെ ഈ നടപടി എന്നത് ശ്രദ്ധേയമാണ്. വലിയ പ്രത്യാഘാതം ഒരുപക്ഷെ രാഷ്ട്രീയമായി തന്നെ ആം ആദ്മി പാർട്ടിക്ക് ഏൽക്കാൻ ഇടയുണ്ട്. കാരണം ആം ആദ്മി പാർട്ടിയുടെ മുതിർന്ന പല നേതാക്കൾ ഇപ്പോൾ ജയിലിലാണ്. സഞ്ജയ് സിംഗ്, മനീഷ് സിസോദിയ അടക്കമുള്ള മുതിർന്ന നേതാക്കൾ അടക്കം ജയിലിലാണ്. അങ്ങനെ ഏറ്റവും ഒടുവിലായി അരവിന്ദ് കെജ്രിവാളിലേക്ക് തന്നെ ഇപ്പോൾ എത്തിയിരിക്കുന്നു. നേരത്തെ കവിതയുടെ അറസ്റ്റ് ഉണ്ടായ സാഹചര്യത്തിൽ തന്നെ അരവിന്ദ് കെജ്രിവാളിനെതിരെ ചില അറസ്റ്റുകൾ ഉടൻ തന്നെ ഉണ്ടാകുമെന്നുള്ള സൂചന. പക്ഷേ അതിനുശേഷം കവിതയുടെ അറസ്റ്റിന് ശേഷം ഏതാണ്ട് 4-ാം നാളിലാണ് ഇപ്പോൾ കെജ്രിവാളിന്റെ അറസ്റ്റും രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്തായാലും ഇ ഡിയുടെ അടുത്ത നീക്കം വളരെ നിർണായകമാണ്. ഏത് നിലയിലാണ് ഇ ഡി ഈ ഒരു നീക്കത്തെ തുടർന്ന് മുന്നോട്ട് കൊണ്ടുപോകുക എന്ന് അറിയേണ്ടതുണ്ട്. കാരണം മുഖ്യമന്ത്രിയാണ് അറസ്റ്റ് ചെയ്തത്. അതിന്റെ ഒരു നിയമവശങ്ങളെല്ലാം തന്നെ ഇപ്പോൾ ഇ ഡി സംഘം മനസ്സിലാക്കുന്നു. വൈകാതെ തന്നെ കെജ്രിവാളിനെ പുറത്തേക്ക് കൊണ്ടുവരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അനുജ.